ഹായ് ഓൾ, ദിസ് ഇസ് അഖിൽനാഥ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് മീശമാധവൻ ഫിലിമിൻ്റെ ഒരു ട്രിബ്യൂട്ട് ട്രെയിലറാണ്. അപ്പോൾ ഇത് അശ്വിൻ കട്ട് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 19 ഇയേഴ്സ് ഓഫ് മീശമാധവൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 19 വർഷമായപ്പോൾ ഒരു സെലിബ്രേഷൻ രീതിയിൽ ഇറക്കിയ ഒരു ട്രിബ്യൂട്ട് ട്രെയിലറാണ്. സോ ഞാനത് ഇപ്പോഴാണ് കാണുന്നത്. ആക്ച്വലി എനിക്ക് ഫിലിം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫിലിമാണ് ദിലീപേട്ടൻ്റെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നി. ഇതെങ്ങനെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. കാരണം നമ്മൾ ഫിലിം കണ്ടിട്ടുണ്ട്, എപ്പോഴും ഓണം അല്ലെങ്കിൽ വിഷു ഇതേപോലുള്ള സമയങ്ങളിൽ എപ്പോഴും നമ്മൾക്ക് ടെലിവിഷനിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരു ഫിലിമാണ്. മാത്രമല്ല തിയേറ്ററിൽ പോയി ഞാൻ കണ്ടതാണ്. ഒരു 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നത് തിയേറ്റർ റിലീസായത്. തിയേറ്ററിൽ പോയി ഞാൻ കണ്ട ഫിലിമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റിപ്പീറ്റഡ് വാല്യൂ ഉള്ള സിനിമകളിൽ ഒന്നാണ് മീശമാധവൻ. ഒരുപാട് ഇഷ്ടമാണ്. മ്യൂസിക് കൊണ്ടും അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ ആവശ്യിച്ചൊരു ആക്ടിങ് കൊണ്ടും എല്ലാം കൊണ്ടും എനിക്ക് ഫിലിം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിൻ്റെ ഇത് ഞാനിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിങ്ങനെ പോയ സമയത്ത് കണ്ടതാണ് റൂമിൽ ഈ മീശമാധവൻ്റെ ട്രെയിലറിൻ്റെ ഒരു ട്രിബ്യൂട്ട് കിടക്കുന്നത്. സോ അങ്ങനെ അതൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആരൊക്കെയോ റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ. ബട്ട് എനിക്കിപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി തോന്നുന്നു. സോ ലെറ്റ്സ് വാച്ച്. എങ്ങനെയാണ് അവരിത് ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കാം. ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്കിത് കാണുമ്പോഴത്തേക്ക്. ലാജോ സാറിൻ്റെ ഏറ്റവും വലിയ ഹിറ്റുകൾ ഒന്നാണ് മീശമാധവൻ. സോ കണ്ടു നോക്കാം. ലെറ്റ്സ് വാച്ച്. ഓക്കെ, ബൈ. ആരാടാ പടക്കം പൊട്ടിച്ച? അയ്യോ ചന്തി, 1 2 3 4 5. അയ്യേ, എന്റെ 5 വർഷം പോയി. ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേർ? ആ കള്ള മീശമാധവനെയും കൂട്ടുകാരെ ചോണയുള്ള പോലീസാണെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിട്ട് 4 ചാമ്പ്യൻ. ഇവൻ ആരെങ്കിലും നോക്കി മീശ വിരിച്ച അന്ന് രാത്രി അയാളുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചിരിക്കും. വേണ്ട, ചന്തിന്ന് എഴുതണ്ട, ഉണ്ടിന്നാണല്ലോ. പടവലൊക്കെ പറിക്കാനും ഒത്താശയ്ക്ക് മാധവന മുമ്പില്. എന്താടാ നിന്റെ പേര്? മാധവൻ. വട്ടപ്പേര് പറയടാ. മീശമാധവൻ. അവന്റെ കയ്യും കാലും തല്ലി ഒടിച്ചെടുത്ത തോട്ടിലേക്ക് ഇടണം. ഈരാറ്റ് താഴത്തുള്ള തമിഴൻ ചെക്കന്മാരെ ഒന്ന് പറഞ്ഞിളക്കിയാ മതി. ബാക്കി അവര് നോക്കിക്കോളും. രാജകുമാരൻ വരും വെച്ച് കാത്തിരുന്നു. നീ ഇവിടെ കിടന്ന് ചീഞ്ഞു പോകും. രുക്മിണി. അതെ, അതിന് അവളെ ഞാൻ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടി മാധവൻ എനിക്ക് ഇഷ്ടം ചെയ്യും. വിഗ്രഹം പോയി. ഇന്നലെ രാത്രി മാധവനാണെന്ന് എല്ലാരും പറയണത്. നാട്ടുകാരൻ നോക്കാതെ വിഗ്രഹം അവിടെ എടുക്കാൻ നോക്കുന്നത് റിസ്കാ. ചേക്കിരത്തേവരെ കൊണ്ട് പോവാൻ മീശയ്ക്ക് ഇത്ര കട്ടി പോരാ ഈ പറ്റി സാറേ. മാധവൻ കള്ളനാ, ചേക്കിന്റെ സ്വന്തം കള്ളൻ. പക്ഷെ മാധവൻ കട്ടൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല. കള്ളൻ പോലീസിനെ പിടിച്ചേ. കൃഷ്ണവിലാസത്തിൽ ഭഗീരഥൻ പിള്ള മകൾ രുക്മിണിയുടെയും പൂവത്തിങ്കൽ ഗംഗാധരൻ നായർ മകൻ മാധവന്റെയും പേര് നടത്തിയാൽ മതി. ക്ലൈമാക്സിലേക്ക് ഇങ്ങോട്ട് എടുത്തോട്ട്. ഭഗവാനെ തൊഴുതു. എവിടെ? പേടിക്കണ്ട, ഓലപ്പടക്ക തോക്കല്ല.
നിങ്ങളുടെ ചുറ്റിക്കളിയുടെ കാര്യമൊക്കെ ഒന്ന് പുരുഷനോട് പറയാൻ വേണ്ടി വീട്ടിൽ പോയതാ. ആ എന്റെ കഷ്ടകാലം. അങ്ങേര് വെളുപ്പിനത്തെ ട്രെയിനിന് ഡെറാഡൂണിലേക്ക് തിരിച്ചുപോയി. ആ ഇനി 1 വർഷം എടുക്കും പുരുഷന്റെ ലീവ് കിട്ടാൻ. അശ്വിൻ ഗഡ്സ്, അശ്വിന് വീണ്ടും ഫിലിം ഓർമ്മിപ്പിച്ചതിൽ അശ്വിന് ഒരുപാട് നന്ദി. ആക്ച്വലി ഈ ഫിലിമിൻ്റെ ഒരു കടുത്ത ആരാധകനാണ് ഞാൻ. കാരണം ഞാനത് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ആയതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഈ സിനിമ നമ്മുടെ മനസ്സിൽ അത്രയേറെ പതിഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കാം. ഈ രാജു സാറിൻ്റെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒരെണ്ണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ മുൻപന്തിൽ നിർത്താവുന്ന സിനിമകളിൽ ഒരെണ്ണം തന്നെയാണ് മീശമാധവൻ. രക്ഷയില്ലാത്ത ഫിലിമാണ്, ഒരുപാട് റൺ ചെയ്ത ഫിലിമാണ്. സോ ആക്ച്വലി ഓർമ്മപ്പെടുത്തലുകൾ പാലക്കാടുള്ള പ്രദേശങ്ങളാണെന്ന് തോന്നുന്നു അതിനകത്ത് ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അവിടുത്തെ അന്നത്തെ രീതിയും അവിടുത്തെ മാത്രമല്ല, നമ്മളുടെ ആ ഒരു കാലഘട്ടത്തിൽ 2003-2002 കാലഘട്ടത്തിലാണ് ഫിലിം ഇറങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ടുമറന്ന രീതികളും ഒക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സെയിം ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു പഴയ കാലത്തേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോൾ ഈ ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അന്നത്തെ ദിലീപേട്ടൻ്റെ ആക്ടിങ്ങും എന്താണല്ലോ, എല്ലാം മ്യൂസിക് കൊണ്ടും, എസ്പെഷ്യലി മ്യൂസിക് കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും ഫിലിം ഒരു പുതുമയാണ് ശരിക്കും. ഒരു ചേക്കിൽ ഒരു കള്ളൻ, ചേക്കിൻ്റെ സ്വന്തം കള്ളൻ എന്ന രീതിയിൽ ഒരു കഥ, ഒരു സ്റ്റോറി എടുക്കുക, അത് റൈറ്റിംഗ്, എവറിത്തിങ് എല്ലാം ഫിലിമിൻ്റെ കംപ്ലീറ്റ്ലി ദിലീപേട്ടൻ, ഹാസ് ഓഫ് ദിലീപേട്ടൻ. പിന്നെ എല്ലാവർക്കും ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും, ജ്യോതി ചേട്ടനാണെങ്കിലും കാവ്യ ചേച്ചിക്കാണെങ്കിലും എല്ലാം കൊണ്ടും, പരിസോഷം ചേട്ടനാണെങ്കിലും തെളിമേട്ടനാണെങ്കിലും ഇന്ദ്രജിത്തേട്ടനാണെങ്കിലും എല്ലാവരും രക്ഷയില്ലെന്നാണ് ഈ ഫിലിം അഭിനയിച്ചിരിക്കുന്നത്. സോ താങ്ക്സ് ടു അശ്വിൻ, കാരണം ഇത് ട്രിബ്യൂട്ട് ചെയ്തതിന്, ഇങ്ങനെ ഒരു ബെസ്റ്റ് ട്രിബ്യൂട്ട് നടത്തിയതിന്. അപ്പോൾ ഹൗസ്, നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? മീശമാധവൻ ഇഷ്ടമാണോ അല്ലയോ എന്നെനിക്കറിയില്ല. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ഫൈൻ.